ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിത് അവിടെ നിന്ന് കുറച്ച് ബീഫ് ചില്ലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നല്ല നാടൻ ബീഫ് ചില്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ബീഫ് ചില്ലിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് നോക്കണ്ടോ, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ അത് ബീഫിനെ നന്നായിട്ട് കഴുകി ഇതാ വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ലേശം മുളക് പൊടി ഇട്ടിട്ട്. ഇതിന്റെ കണക്കൊന്നും പറയില്ല കേട്ടോ. ഇതിൽ 4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് കല്ലുപ്പാണ്. ഈ കല്ലുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുക്കറിൽ വേവിക്കാം കേട്ടോ. വേവിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവിക്കണമെന്നില്ല കേട്ടോ. ഒരു 1/4 വേവ് അത്ര ഉള്ളൂ കേട്ടോ ഇതിന് ആവശ്യമുള്ളൂ. പിന്നെ നമ്മളിത് നന്നായിട്ട് മുറിച്ച് പിന്നെ ഇതിൽ മസാലകളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ ബീഫ് ചില്ലി ഉണ്ടാക്കുന്നത്. അപ്പൊ ബീഫ് ചില്ലി നന്നായിട്ട് ഞാൻ ഇതാ ബീഫിൽ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുക്കറിൽ ഇതാ ഒരു വെള്ളമല്ല കേട്ടോ. ഈ കുക്കറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഞാനിതാ തന്നെ വേവിക്കാൻ കേട്ടോ ചെയ്യുന്നേ. നമ്മളെ ബീഫിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും കേട്ടോ. ആ വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പൊ ബീഫ് ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാണ്. നമ്മൾ എന്തെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പാത്രമൊക്കെ പരന്നു പോകുമല്ലോ. അപ്പോൾ കുക്കർ വിസിലടിക്കുന്നുണ്ട് കേട്ടോ. വിസിൽ ഒരു 5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. കാരണം ഈ കുക്കറിൽ കുറച്ച് ഇത് പോരാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു 5 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ബീഫ് ഒന്ന് തുറന്ന് നോക്കാം. ബീഫ് എനിക്ക് മസാല കൂട്ടി കുറച്ച് സമയം വെക്കും വേണം. ഏകദേശം 2 മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. എന്നാലേ നമ്മളെ മസാലക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പൊ ഇതാ ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ്. ചൂടുകൊണ്ട് തൊടാനൊന്നും കഴിയില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. കാണാലോ ആവി പറന്ന് പോണത്. എന്നിട്ട് നമ്മളെ ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല. ഈ വെള്ളം നമുക്ക് കളയട്ടോ. അത് ബീഫ് ചില്ലി ഉണ്ടാക്കുകൊണ്ട് നമുക്ക് ഈ വെള്ളം ആവശ്യമില്ല. കണ്ടോ, ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ വെച്ചതാണ്. അപ്പൊ തന്നെ ഞാൻ ഇനി ബീഫ് ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാകത്തിനായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് എനിക്ക് മുറിക്കാനൊന്നും കഴിയില്ല. പിന്നെ ഇനി ഹസ്ബൻഡ് വരും കേട്ടോ കുറച്ച് മുറിക്കാൻ. അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം ഇങ്ങനത്തെയൊക്കെ ഉണ്ടോ. ഇത് നമ്മള് തറവാട്ട് വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. ഇത് ഈ ബീഫ് ചില്ലി ഇവിടെ നമ്മൾ തറവാട്ട് വീട്ടിൽ ഇവിടുത്തെ ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പാന്റെ ആണ്ടാണ് കേട്ടോ ഒന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബീഫ് ചില്ലി 4 കിലോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ, അത് എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന്. അപ്പൊ പിന്നെ ഹസ്ബൻഡ് വന്നിട്ടോ ഞാൻ മുറിച്ചു തരാ പറഞ്ഞിട്ട്. ഇത് നമ്മള് മസാല കൂട്ടിയിട്ട് ഏകദേശം 2 മണിക്കൂറൊക്കെ വെക്കണ്ടോ. നന്നായിട്ട് മസാല പിടിക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞ് ബീഫ് ചില്ലി കഴിക്കാൻ. നാടൻ ബീഫ് ചില്ലി കേട്ടോ. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ഞാൻ ഓവറായിട്ട് കൂട്ടില്ല കേട്ടോ. അപ്പം നമ്മളെ മോൾട്ടി ഉണ്ടെന്ന് ഇവിടെ കേട്ടോ. സ്കൂളൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഹസ്ബൻഡിന്റെ മുറിക്കൽ കഴിഞ്ഞ് എന്നെ മുറിച്ചോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ഏറ്റെടുത്തതാണ് കേട്ടോ. ഇനി നമ്മളിതിൽ നന്നായിട്ട് മസാല കൂട്ടാൻ പോവാണ്. ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മള് മുളക് പൊടി ആവശ്യത്തിന് തന്നെ. കാരണം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത്. ഉപ്പ് അപ്പൊ അതിനനുസരിച്ചുള്ള മസാലകൾ ഇട്ടോ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് കോൺഫ്ലവർ പൗഡർ ഇട്ടു, കുരുമുളക് പൊടി ഉണ്ട്, പെരിഞ്ചീരകം പൊടിച്ചതുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് നന്നായിട്ട് അരച്ച പേസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ഫുഡ് കളർ ഉണ്ട്. പിന്നെ വിനാഗിരിയാണ് കേട്ടോ, സുർക്ക. കല്ലുപ്പ് ഞാൻ കുറച്ചുള്ളൂ. കാരണം നമ്മൾ ബീഫ് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറച്ച് പൊടി ഉപ്പിട്ടിട്ടാണ് കേട്ടോ മസാല കൂട്ടുന്നത്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മസാല കൂട്ടിയതിന് ശേഷം ഇതിൽ നമ്മളെ മീറ്റ് മസാലയും ചില്ലി ഫ്ലേക്സ് ഇടണം കേട്ടോ. ഇതൊക്കെ നമ്മളെ ആവശ്യങ്ങൾക്ക് കിട്ടുക. നമുക്ക് എത്രയാണോ ആവശ്യം അത്ര. ഇതിന്റെ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ചിലപ്പോൾ കുറെ കൂടുതൽ ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങൾക്ക് 3 ആളാകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട് ആവശ്യം. നമ്മളിപ്പോൾ അത് തറവാട്ടിൽ കൊണ്ടുപോകാനുള്ളതായതുകൊണ്ടാണ് കേട്ടോ ഇത്ര കൂടുതലൊക്കെ എടുത്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഇതിനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കണം. എന്നാലും ഇതിന് മസാലകളൊക്കെ പിടിക്കുള്ളൂ. അപ്പൊ ഇതാ നമ്മൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇതിനെ ഫ്രൈ ചെയ്യാൻ പോവാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഞാൻ കറിവേപ്പില എടുക്കാൻ പോവാണ്ടോ. ഇത് നമ്മളെ വീട്ടിലുണ്ടായ ഒരു ചെറിയ കറിവേപ്പ് മരമാണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിക്കണത്. അപ്പൊ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിലാണ് കേട്ടോ പൊരിച്ചെടുക്കണത്. ഞാൻ ബീഫിൽ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണയിലിട്ട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് ബീഫിൽ ഇട്ടിട്ടില്ല. അപ്പൊ എണ്ണയൊക്കെ നന്നായിട്ട് തളിച്ചിട്ടുണ്ട് കേട്ടോ. ചൂടായി നന്നായിട്ട് തള വന്നിട്ടുണ്ട്. അപ്പൊ ബീഫ് ഫ്രൈ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൂടുതൽ കുറച്ച് ആകുമ്പോൾ പിന്നെ ഹസ്ബൻഡ് വരും കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കൂടുതലുണ്ടല്ലോ പൊരിച്ചെടുക്കാൻ. അപ്പം നമ്മൾ ബീഫ് ഫ്രൈയുടെ ഇതാ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ട്രിപ്പ് അത് ഹസ്ബൻഡിൻ്റെ വഴിയാണ് കേട്ടോ പൊരിക്കലേ. അപ്പൊ നമുക്ക് എന്താ താറവാട്ട് വീട്ടിലേക്ക് പോകാനും ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പെട്ടെന്ന് പൊരിച്ച് എടുക്കാൻ കേട്ടോ ചീന്. വൈകിട്ടാണ് കേട്ടോ പരിപാടി. ഹസ്ബൻഡ് പിന്നെ എല്ലാത്തിനും കൂടിട്ടോ എനിക്ക് സപ്പോർട്ടായിട്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ടോ. അതിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓവർ ഇങ്ങനെ മുരിഞ്ഞു പോവാതെ. അപ്പം നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടോ. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് ചെയ്യണ്ടോ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ബെൽ ബട്ടൺ അടിക്കണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.